ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് പരസ്യ ജീവിതത്തിനായിട്ട് ഒരുങ്ങുകയാണ്. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ആദ്യമായിട്ട് പിശാച് ഈ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഈശോയോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. വലിയൊരു വെല്ലുവിളിയായിരുന്നു അത്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. ഈശോ ദൈവപുത്രനാണെന്ന് പിശാചിന് നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും വലിയൊരു പരീക്ഷണം ഈശോയുടെ മുമ്പിൽ ഉണർത്തിക്കുകയാണ്, അവതരിപ്പിക്കുകയാണ് പിശാച്. നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകൾ അപ്പമാകാൻ പറയണം. നല്ല വിശപ്പുള്ള സമയമാണ്. ആരും ഈ ഒരു പ്രലോഭനത്തിൽ എളുപ്പം വീണു പോകാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈശോ ആ വലിയ കെണി തിരിച്ചറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. ദൈവപുത്രനാണ് എന്ന് പരസ്യമായിട്ട് ലോകത്തോട് പറഞ്ഞാൽ തന്നെയാണ് പാപികളും രോഗികളും വേദനിക്കുന്നവരൊക്കെ തൻ്റെ അടുത്തേക്ക് വരിക. അവരൊക്കെ കുറെ കൂടെ സൗഖ്യത്തിലേക്കും കൃപയിലേക്കും നയിക്കണമെങ്കിൽ അറിവ് കിട്ടണമല്ലോ. ദൈവപുത്രനാണെന്ന് അവർക്ക് അറിവ് വേണമല്ലോ. അങ്ങനെ ഒരു അറിവ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം, ഒരടയാളം കണ്ടാൽ ജനം പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രലോഭനം അത് തെറ്റല്ല എന്ന് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആരും ഈ കെണിയിൽ എളുപ്പം വീണു പോകാം. പക്ഷേ ഈശോ വളരെ ശ്രദ്ധയോടെ ഈ ഒരു പ്രലോഭനത്തെ അതിജീവിക്കുകയാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടെയാണ് ജീവിക്കേണ്ടത്. വലിയൊരു സത്യം ഈശോ അവിടെ പ്രഖ്യാപിക്കുകയാണ്. കല്ലുകൾ അപ്പമാക്കിയിട്ട് അത്ഭുതം ചെയ്യാൻ ഈശോയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷേ ഈശോ അങ്ങനെ ഒരു പ്രലോഭനത്തെ എളുപ്പത്തിൽ അങ്ങ് അതിജീവിക്കുകയാണ്. ഇതിൻ്റെ ആവശ്യമില്ല. ഇതിനു വേണ്ടിയിട്ടല്ല ദൈവപുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. ഇങ്ങനെ കല്ലിനെ അപ്പമാക്കിയിട്ട് മനുഷ്യരെ തൻ്റെ അരികിലേക്ക് നയിക്കുകയല്ല തൻ്റെ ദൗത്യം. മറിച്ച് നിശബ്ദമായ സഹനത്തിലൂടെയും നിശബ്ദമായ വേദനകളൊക്കെ നിശബ്ദമായിട്ട് തന്നെ സ്വീകരിച്ചിട്ട് വേണം തൻ്റെ ദൗത്യം പൂർത്തീകരിക്കേണ്ടതെന്നും തൻ്റെ പിതാവിനെ ഭൂമിയിൽ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതും അങ്ങനെയാണെന്നും ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോ ഈ കെണിയെ വല്ലാത്ത രീതിയിൽ അതിജീവിക്കുകയാണ്. ശക്തമായ രീതിയിൽ തന്നെ ഈശോ അതിനെ അതിജീവിക്കുകയാണ്. ഈ ഒരു പ്രലോഭനം ഈശോ അതിജീവിച്ചു. അടുത്ത പ്രലോഭനങ്ങൾ പിന്നെയും പിശാച് ഓരോന്ന് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ വളരെ എളുപ്പത്തിൽ ഈശോ അതിനൊക്കെ അങ്ങ് അതിജീവിക്കുകയാണ്. ഏതൊരു ചെറുപ്പക്കാരനും നിൻ്റെ അപ്പൻ ആരാണ്, അല്ലെങ്കിൽ നിൻ്റെ വ്യക്തിത്വം എന്താണ്, നീ എവിടെ നിന്നാണ്, ഇങ്ങനെയൊക്കെ ഒരു വെല്ലുവിളി രൂപത്തിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു അവസരത്തിലും ഈശോ ശക്തമായിട്ട് അതിനെ നേരിട്ടുകൊണ്ട് തന്നെ അടുത്ത കാൽവെപ്പിലേക്ക് ഈശോ നീങ്ങുകയാണ്. പരസ്യജീവിതത്തിനൊടുവിൽ കുരിശിൽ മരിക്കുന്ന വേളയിലും ഇതേ അനുഭവം തന്നെ ഈശോയ്ക്ക് ഉണ്ടാവുകയാണ്. കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം എടുക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ്. ഈശോ തൻ്റെ ജീവൻ മുഴുവനും സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഒരുപാട് സഹിച്ചു, ഒരുപാട് വേദനിച്ചു, ശ്വാസം എടുക്കാനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഈശോ ശ്രദ്ധിച്ചു ചില ആൾക്കാരുടെ ചില വാക്കുകൾ. കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന ഏതാനും പേര്, അതിലൂടെയൊക്കെ നടന്നു പോകുന്നവർ, അവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്: നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വാ. അതേ വാക്കുകൾ തന്നെ ആദ്യമായിട്ട് മരുഭൂമിയിൽ വെച്ച് കേട്ട വാക്കുകളും, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകൾ അപ്പമാക്കാൻ പറയണം. അതേ അനുഭവം തന്നെ കുരിശിൽ കിടക്കുമ്പോഴും, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ. ഈശോ കേൾക്കാഞ്ഞിട്ടല്ല, നന്നായിട്ട് കേട്ടു. അവർ പറയുന്നതൊക്കെ നന്നായിട്ട് കേട്ടിട്ടുണ്ട്, കണ്ണൊക്കെ നീര് വെച്ച് വീർത്തിട്ടുണ്ട്. എന്നിട്ടും പറ്റുന്ന പോലെ ഈശോ അവരെ നോക്കുന്നുണ്ട്. ആരാ ഇത് പറയുന്നത്? നമുക്ക് ആ പറയുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, അവരിലൂടെ തിന്മയാണത് പറയുക. പല രൂപത്തിലും പല ഭാവത്തിലാണെന്നേ ഉള്ളൂ. അത് അവരിൽ തിന്മ പ്രവർത്തിക്കുകയാണ്, തിന്മയുടെ വാക്കുകളാണത്. ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരണം. ഈശോ ഒരു ചെറിയ പുഞ്ചിരി, വേദനയുടെ നടുവിലും ഒരു ചെറു പുഞ്ചിരി. കാരണം ഇത് തിന്മയുടെ ഒരു വാക്കാണല്ലോ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. ഈശോ പ്രത്യുത്തരം ഒന്നും നൽകുന്നില്ല, ഒരു പ്രതികരണവും ഈശോയുടെ ഭാഗത്തു നിന്നില്ല.
സത്യത്തിൽ ആ സമയത്തും വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, കുരിശിൽ കിടന്ന് ദാരുണമായിട്ടുള്ളൊരു അന്ത്യം എന്തിനിങ്ങനെ? ദൈവപുത്രനാണെങ്കിൽ സാധാരണഗതിയിലൊന്നും മരിച്ചാൽ പോരെ? ഇങ്ങനെ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കിടന്നിട്ട് മരിക്കേണ്ട കാര്യമില്ലല്ലോ. പിതാവിനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ പരാജയപ്പെട്ടു പോവും ഇങ്ങനെ കുരിശിൽ കിടന്ന് മരിച്ചാൽ. പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇതിലപ്പുറം എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ സാധിക്കത്തുള്ളൂ. ഒരുപാട് ചിന്തകൾ മനസ്സിനെ ഭരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈശോ ആ വാക്കുകൾ ശ്രദ്ധിക്കുന്നേയില്ല. ആ വില തന്നെ കൊടുത്തിട്ടുള്ളൂ, അങ്ങ് തള്ളിക്കളയാണ്. മറ്റേതൊരു വ്യക്തിക്കും ആ സമയത്ത് കുരിശിൽ തറഞ്ഞു കിടക്കുന്ന, ആണി കൊണ്ട് തറച്ച് കിടക്കുന്ന അവസ്ഥയാണ്. ആണിയൊക്കെ വലിച്ചൂരിയിട്ട് ചാടി താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ദൈവപുത്രൻ തന്നെയാണ് എന്ന് പറയാൻ വലിയൊരു പ്രേരണയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള അവസരമാണ്. പക്ഷേ ഈശോ നിശബ്ദത പാലിക്കുകയാണ്. സഹനങ്ങൾ സമ്മാനിക്കുന്നവർക്ക് നേരെ പ്രാർത്ഥന കൊണ്ട് അവരെ നേരിടാനും അവരെ മനസ്സിൽ ശപിക്കാതെയും മാറ്റി നിർത്താതെയും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും നിശബ്ദമായിട്ട് വേദനകൾ സ്വീകരിച്ചുകൊണ്ടുമാണ് തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തേണ്ടത് എന്ന് ഈശോയ്ക്ക് നല്ല ബോധ്യമായി. അതുകൊണ്ട് തന്നെ തനിക്ക് മരുഭൂമിയിൽ വെച്ചുണ്ടായ ആദ്യത്തെ പ്രലോഭനവും കുരിശിൽ കിടക്കുന്ന സമയത്തുണ്ടായ അന്ത്യപ്രലോഭനവും വളരെ വിദഗ്ധമായി ഈശോ അതിജീവിക്കുകയാണ്. ഈശോ അതിനേക്ക് അങ്ങ് തോൽപ്പിക്കുകയാണ്. അങ്ങനെ പിശാചിൻ്റെ വാക്കുകളെ തോൽപ്പിച്ചിട്ട് തിന്മയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടാണ് തൻ്റെ അവസാന ശ്വാസം ഈശോ എടുക്കുക. പറഞ്ഞു പിതാവിനോട്, എല്ലാം പൂർത്തിയായി, ഇതാ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അവസാന നിമിഷം വരെയും തിന്മയുടെ ഒരു ഇടപെടലും തിന്മയുടെ ഒരു സ്വാധീനവും ഒരു വലിയ പ്രലോഭനവും ഈശോയുടെ ജീവിതത്തിലുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ മാത്രമല്ല, ശുശ്രൂഷ തീരുന്ന സമയം വരെ, അവസാന ശ്വാസം വരെ ഈ തിന്മ ഈശോയുടെ കൂടെ തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോ ഏത് സമയത്തും കെണിയിൽ വീഴ്ത്താം. പക്ഷെ ഈശോ വീണില്ല, ശക്തമായിരുന്നു. ലഭിച്ച വിളിയും നേടിയെടുത്ത അഭിഷേകവും അവസാന ശ്വാസം വരെയും ഈശോ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈശോ പതറിപ്പോയില്ല, തളർന്നു വീണില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നീ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും, ഏത് അവസ്ഥയിലാണ് ഈ വചന ശുശ്രൂഷയിൽ നീ പങ്കുചേരുന്നതെങ്കിലും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എത്ര നാളായി അഭിഷേകം കിട്ടിയിട്ട്, എത്രയോ നാളായി ആ വിളി സ്വന്തമാക്കിയിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങിയിട്ട്, ക്രിസ്തു മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാണ് നമ്മൾ. മറ്റെല്ലാത്തിനെയും മാറ്റി വെച്ചിട്ട് എനിക്ക് എൻ്റെ ഈശോ ആണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് ആ വഴിയിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ പിശാച് ഒരുക്കുന്ന കെണികളിൽ പലപ്പോഴും വീണുപോയിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ വീണുപോയത് നമ്മൾ അറിഞ്ഞിട്ടുകൂടിയില്ല. അതാണ് വലിയൊരു സത്യം. പിശാചിൻ്റെ പിടിയിൽ പെട്ടുപോയി, അല്ലെങ്കിൽ അവൻ്റെ തന്ത്രത്തിൽ ഞാൻ വീണുപോയി എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ പല വിളി കിട്ടിയ സഹോദരങ്ങളും തകർന്നു പോയിട്ടുണ്ട്. വലിയ പ്രവാചകന്മാർ വീണു പോയിട്ടുണ്ട്, വലിയ ശുശ്രൂഷകർ വീണു പോയിട്ടുണ്ട്, വിശ്വാസികളിൽ ഏറിയ പങ്കും വീണു പോയിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദര സഹോദരി, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എപ്പോഴാണ് വീണുപോയത്? ഏത് സാഹചര്യത്തിലാണ് വീണുപോയത്? ഏതൊരു ശക്തനും എത്ര വലിയ വിശ്വസിക്കുന്ന, എത്രയധികം വിശ്വാസമുള്ള വ്യക്തിക്കാണെങ്കിൽ പോലും ഈ തിന്മയുടെ ഒരു ഇടപെടലും ഒരു സ്വാധീനമൊക്കെ ഉണ്ടാകാം. എല്ലാവരുടെ ജീവിതത്തിലും ബലഹീനമാക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ദുർബലതയുണ്ട് എന്ന് പറയുന്നൊരു മേഖലയുണ്ട്, ഒരു വീക്ക് പോയിന്റ് എല്ലാവർക്കും ഉണ്ട്. എത്ര ശക്തമായിട്ടുള്ള വ്യക്തിത്വമാണെങ്കിലും അങ്ങനെ ഒരു ബലഹീനമാകുന്ന അല്ലെങ്കിൽ ദുർബലമായി പോകുന്ന ഒരു ജീവിത സാഹചര്യമുണ്ട്. അതെവിടെയാണെന്ന് പിശാചിന് വളരെ ഭംഗിയായിട്ട് അറിയാം. നമ്മളെക്കാളും കൂടുതൽ അവനറിയാം. അവനത് തന്ത്രപൂർവ്വം കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെ അവൻ കിള്ളിക്കൊണ്ടേയിരിക്കും. നേരം വെളുത്ത് വൈകുന്നേരം വരെയും അവൻ ആ മേഖലയിൽ തന്നെ കിള്ളിക്കൊണ്ടേയിരിക്കും. ഓർത്തു നോക്കിയേ, സത്യമല്ലേ? എത്ര പ്രാവശ്യം നല്ല ബോധ്യം ഉണ്ടായിട്ടുണ്ട് തന്നെയാണ്. പല കാര്യങ്ങളും നമുക്കറിയാം, തെറ്റാണെന്നും ഇത് വേണ്ടാത്തതാണെന്നും ഇത് അരുതാത്തതാണെന്നും ഇതിങ്ങനെയല്ല പറയേണ്ടത്, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിങ്ങനെയല്ല ചിന്തിച്ചു കൂട്ടേണ്ടത്, എല്ലാം അറിയാം. പക്ഷേ അവൻ്റെ കെണിയിൽ നമ്മൾ വീണു പോവാൻ. കാരണം അതുപോലെ തന്ത്രങ്ങൾ മെനയും പിശാച്, അതുപോലെ സൗകര്യങ്ങൾ ഒരുക്കും പിശാച്, അതുപോലെ വാക്കുകൾ പ്രയോഗിക്കും പിശാച്. പിശാചിൻ്റെ കെണിയിൽ വീണുപോയ ഒരു ന്യായാധിപനുണ്ട്, സാംസൺ. ശക്തനായിരുന്നു, വളരെ മിടുമിടുക്കനായിരുന്നു.
എന്തിനും ഏതിനും സാംസണെ തോൽപ്പിക്കാൻ ആർക്കും പറ്റുകയില്ലായിരുന്നു. അതുപോലെ ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഒരു പ്രത്യേക വിളി കിട്ടിയിട്ടുള്ളവനാണ് സാംസൺ. ശക്തനായിട്ട് നയിച്ചിട്ടുണ്ട്. സിംഹത്തെയൊക്കെ ആട്ടിൻകുട്ടി പോലെ വളരെ ലാഘവത്തോടെ കൊന്നിട്ടുണ്ട്. വളരെ ഈസി ആയിരുന്നു സാംസന്. അതൊന്നും ഒരു പ്രശ്നമല്ല സാംസന്. ഒരു ചത്ത കഴുതയുടെ താടിയിലെടുത്തിട്ട് 1000 പേരൊക്കെയാണ് കൊന്നത്. ഒറ്റ സമയം കൊണ്ട് അത്രയും പേരൊക്കെ വധിച്ചു കളയാൻ സാംസൺ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. അത്രയും ആത്മാവിൻ്റെ ഒരു അഭിഷേകം സാംസണിലുണ്ടായിരുന്നു. ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം സാംസന്റെ ജീവിതത്തിൽ ആദ്യ നാളുകളിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. സാംസനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും സാംസൺ ആരുടെയും മുമ്പിൽ കീഴടങ്ങിയിട്ടില്ല. സാംസൺ ആരുടെയും മുമ്പിൽ തോറ്റു കൊടുത്തിട്ടില്ല. തോറ്റ ചരിത്രം സാംസന്റെ ജീവിതത്തിൽ ഇല്ല. പക്ഷേ ഒരു നാള് ഈ സാംസനും അടിതെറ്റുന്നുണ്ട്. എത്ര വലിയ ശക്തനായിട്ട് പോലും സാംസന്റെ ജീവിതത്തിലും അടിതെറ്റിപ്പോയി. കാൽച്ചുവട് തെറ്റിപ്പോയി, പാളിപ്പോയി. വലിയൊരു പതർച്ചയിലേക്ക്, വലിയൊരു തകർച്ചയിലേക്ക് സാംസൺ വീണു പോവുകയാണ്. ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കാരണം ഫിലിസ്തീർക്ക് അറിയാമായിരുന്നു സാംസന്റെ വീക്ക് പോയിന്റ്, ബലഹീനത എവിടെയാണ്. കൃത്യമായിട്ട് അറിയാം ഫിലിസ്തീർക്ക്. അതുകൊണ്ട് ഫിലിസ്തീർ എന്നാ ചെയ്തു? ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സാംസന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. നീ അവനെ വശീകരിച്ചെടുക്കുക, നീ അവനെ കയ്യിലെടുക്കുക. അങ്ങനെ ദലീലയെ ഈ സാംസന്റെ അരികിലേക്ക് വിട്ടപ്പോൾ ദലീല അത് ഭംഗിയായിട്ട് നിർവഹിച്ചു തൻ്റെ ഡ്യൂട്ടി. സാംസൺ ആ വലിയ കെണിയിൽ വീണു പോവാണ്. സാംസൺ ആ കെണിയിൽ വീണിട്ട് ഇവളുടെ ഒപ്പം ഇവള് വല്ലാത്ത സ്നേഹബന്ധത്തിലായി. ഒരു ദിവസം ഈ ദലീല പറയാൻ, സാംസൺ, നിന്റെ ഹൃദയം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ നീ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുക. നീ എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. സാംസൺ ആ വാക്കിൽ കുടുങ്ങിപ്പോയി. പാവം, അവൻ പെട്ടെന്ന് ആ വാക്കുകളൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. സാംസൺ തൻ്റെ ഹൃദയം വെച്ചു മാറ്റുകയാണ്. ദലീലയുമായിട്ട് ശരീരവും പങ്കിടുകയാണ്. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു തകർച്ച സംഭവിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം ഭയപ്പെടുത്തുന്ന ഒരു വചനമാണ്. പേടിപ്പിച്ച് കളയും. ഞാൻ ആ വചനം വായിച്ചിട്ട് കുറെ പേടിച്ചു പോയി. കാരണം സത്യമാണത്. എഴുതി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്? കർത്താവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. കർത്താവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ഓർത്തു നോക്ക്, അഭിഷേകമൊക്കെ സ്വീകരിക്കുമ്പം വലിയ ആഘോഷമാണ്. മാമോദീസ സ്വീകരിക്കുമ്പം, സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പം, ആദ്യ കുർബാന സ്വീകരിക്കുമ്പം, കുംഭസാരം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പം എന്തൊരു ആഘോഷമാണ്. പരിശുദ്ധാത്മാവ് മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആഘോഷമുണ്ട്. എല്ലാവരും അറിയും, ദാ ഈ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായി, ഈ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നു. അത് നമ്മൾ വലിയ ആഘോഷമാക്കാറുണ്ട്. പക്ഷേ ഈ ആത്മാവ് നമ്മളിൽ നിന്നും പറന്നു പോകുന്നത്, നമ്മളിൽ നിന്നും അകന്നു പോകുന്നത് നമ്മൾ പോലും അറിയാറില്ല. നമ്മൾ അറിയാറില്ല. തിരുവചനം ഇങ്ങനെയാണ് പറയുക, ന്യായാധിപന്മാരുടെ പുസ്തകം 16:20, കർത്താവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ആത്മാവ് അവനെ വിട്ടുപോയി. ആത്മാവ് അവനിൽ നിന്നും ദൂരേക്ക് മാറിപ്പോയി. കാരണം സാംസന്റെ ജീവിതം വഴിതെറ്റിപ്പോയി. സാംസൺ നാസീർ വ്രതം എടുത്ത ജീവിതമാണ്. നാസീർ വ്രതക്കാരനാണ്. അവന് അശുദ്ധമായിട്ടുള്ളതൊന്നും സ്പർശിക്കാൻ അനുവാദമില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ അനുവാദമില്ല. ഏത് സമയത്തും യുദ്ധത്തിന് വിളിച്ചാൽ തയ്യാറായിട്ടിരുന്നോണം. അവൻ്റെ മുടി മുറിക്കാൻ അനുവാദമില്ല. അങ്ങനെ ഈ വൃദ്ധബദ്ധമായിട്ടുള്ള ജീവിതം ഒരുപാട് നിഷ്കർഷ ഈ സാംസന്റെ ജീവിതത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സാംസൺ അതത്ര ഗൗരവമായിട്ട് എടുത്തില്ല. അവൻ എല്ലാത്തിനോടും ഒരു ലാഘവ ബുദ്ധിയായിരുന്നു. എല്ലാം ഒരു സാധാരണ രീതിയിൽ കാണുകയാണ്. ഗൗരവം കൊടുക്കേണ്ടത് കൊടുക്കാതെ വളരെ ലാഘവത്തോടെ നോക്കിക്കണ്ടതുകൊണ്ട് തന്നെ എളുപ്പം പാപത്തിൽ വീണുപോവാൻ. അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ സാംസൺ തൻ്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാൻ. അരുത് എന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. പലപ്പോഴും കെണിയിൽ നമ്മളൊക്കെ വീണത് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. നല്ല പോലെ നമുക്ക് അറിവുണ്ട്, നല്ല അറിവുണ്ട്. പക്ഷേ പിശാച് ആ തന്ത്രത്തിൽ വീഴ്ത്തുകയാണ്. ആ കെണിയിൽ നമ്മളെ പെടുത്തുകയാണ്. സാംസൺ വളരെ എളുപ്പത്തിൽ ആ തന്ത്രത്തിൽ വീണു. ദലീല കൊണ്ടുവന്ന, അല്ലെങ്കിൽ ദലീലയിലൂടെ തിന്മ പ്രവർത്തിച്ചത് സാംസൺ മനസ്സിലാക്കാതെ പോയി. കർത്താവിൻ്റെ ശക്തി സാംസനെ വിട്ടുപോവുകയാണ്. പക്ഷെ സാംസൺ അറിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം ഫിലിസ്തീർ വരികയാണ് സാംസനെ തോൽപ്പിക്കാൻ. സാംസൺ വളരെ കൂളായിട്ട് എഴുന്നേറ്റ് പോയി. എന്തിന്? യുദ്ധം ചെയ്യാൻ, അവരെ തോൽപ്പിക്കാൻ. അതുവരെ 1000-ങ്ങളെയും 10,000-ങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തകർത്തിട്ടുള്ള സാംസൺ ഇതാ വീണ്ടും ചെല്ലുകയാണ്. ശക്തി ഉണ്ടെന്ന് ഓർത്തിട്ടാണ് ചെല്ലണത്. പക്ഷേ സാംസൺ തോറ്റുപോയി. സാംസനെ അവർ ബലമായിട്ട് പിടിച്ചെടുത്തു. കണ്ണുകൾ രണ്ടും ചുഴന്നെടുക്കുന്നു, ചങ്ങലകളാൽ ബന്ധിക്കുന്നു, വലിച്ചഴച്ചുകൊണ്ട് പോകുന്നു. ഇതാ കെട്ടിടത്തിൽ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് സാംസനോട് അഭ്യാസം കാണിക്കാൻ പറയാൻ. വലിയ അഭിഷിക്തനായിരുന്നു, വലിയ ശുശ്രൂഷകനായിരുന്നു.
ജനത്തെ നയിച്ചിരുന്ന ശക്തനായ നേതാവായിരുന്നു. ഇതാ ഈ സാംസനോട് അഭ്യാസം പ്രകടിപ്പിക്കാൻ ഫിലിസ്തീർ ആവശ്യപ്പെടുകയാണ്. സാംസൺ അഭ്യാസിയായിട്ട് മാറുകയാണ്, അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയാണ്. സാംസന് മനസ്സിലായി, തോറ്റുപോയി, പരാജിതനായി, ഞാൻ എല്ലാ ശക്തിയും ചോർന്നുപോയി, എന്നിലെ ദൈവകൃപ മുഴുവനും ചോർന്നുപോയി, ആന്തരിക ബലം നഷ്ടപ്പെട്ടു പോയി. തിന്മയോട് പടപൊരുതാൻ, തിന്മയെ തോൽപ്പിക്കാൻ താൻ ഇനി ശക്തനല്ല എന്ന് സാംസൺ തിരിച്ചറിയുകയാണ്. വലിയൊരു മനോവിഷമം സാംസൺ അനുഭവപ്പെടുന്നു. വലിയൊരു മാനസിക പീഡ സാംസണിൽ ഉണ്ടാകുന്നു. അതുവരെയും കർത്താവ് കയ്യിൽ കൊണ്ടു നടന്നിട്ടുണ്ട് സാംസണെ. അതുവരെയും സാംസന്റെ സ്വകാര്യ വീഴ്ചകളൊക്കെ കർത്താവ് പൊതിഞ്ഞു പിടിച്ചായിരുന്നു. ആരെയും അറിയിച്ചിട്ടില്ല. വീഴ്ചകളൊക്കെ ഇതിനു മുമ്പും പലതും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കർത്താവ് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. കർത്താവ് ആരെയും അറിയിക്കാതെ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട്, ആ കരം കൊണ്ട് മറച്ചു പിടിച്ചതുകൊണ്ട് സാംസന്റെ ജീവിതത്തെ ലോകം അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇതാ സാംസന്റെ വലിയ പരാജയം ചുറ്റുമുണ്ടായിരുന്ന ശത്രു സൈന്യം ആഘോഷിക്കുകയാണ്. അവരൊന്നടങ്കം ആഘോഷിക്കുകയാണ്, ആർത്തുല്ലസിക്കുകയാണ്. കാരണം ശക്തനായ നേതാവിനെ അവരിതാ ബന്ധിച്ചിരിക്കുന്നു, ശക്തനായ നേതാവിനെ അവരുടെ കൈകളിൽ കിട്ടിയിരിക്കുന്നു. സാംസൺ വലിയൊരു തകർച്ച സ്വന്തമാക്കുന്നു. മനോപീഡ, മനോവിഷമം അനുഭവിക്കുന്ന സാംസൺ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എന്നെ ഓർക്കണമേ, ഇപ്രാവശ്യം എന്നെ ഓർക്കണമേ. സാംസൺ ചങ്ക് തകർന്നിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇപ്രാവശ്യം കൂടെ എന്നെ ഓർക്കണമേ. നഷ്ടപ്പെട്ടു പോയ കണ്ണുകളുടെ കാഴ്ച, അതിലൊരെണ്ണത്തിനെങ്കിലും എനിക്ക് കാഴ്ച തിരിച്ചു തരണേ കർത്താവ്. ഇപ്രാവശ്യമെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കണേ, എന്നെ ഓർക്കണമേ ദൈവമേ, ഒരവസരം കൂടെ തരണേന്ന് പ്രാർത്ഥിക്കുന്ന സാംസൺ. ഒരവസരം കൂടെ സാംസൺ പ്രാർത്ഥിക്കുന്നു. ഈ ഫിലിസ്തീനോട് യുദ്ധം ചെയ്യാൻ, ഇവരെ ഒന്ന് തോൽപ്പിക്കാൻ എന്നെ വീണ്ടും ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേൾക്കുന്നു കർത്താവ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന പോലെ വീണ്ടും ശക്തി കൊണ്ട് സാംസനെ നിറയ്ക്കുന്നു. സാംസൺ പിടിച്ചിരുന്ന 2 തൂണുകളും ബലമായിട്ട് അങ്ങ് കുലുക്കുന്നു. ഇതാ കെട്ടിടം നിബദിക്കുന്നു. ഫിലിസ്തീൻ മുഴുവൻ, സാംസൺ അടക്കം മരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായൊരു ഇടപെടൽ. സഹോദര, സഹോദരി, എത്രയോ അവസരങ്ങളിൽ നമ്മളിലെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിട്ടുണ്ട്. എത്രയോ അവസരങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം ഒക്കെ നയിക്കുന്നുണ്ടാവും, ഉപവാസമൊക്കെ ഉണ്ട്, എല്ലാ പരിഹാര പ്രവൃത്തികളും ഉണ്ട്, യാത്രകൾക്ക് ഒരു കുറവുമില്ല, അവസരങ്ങൾ ഇഷ്ടം പോലെയാണ്. എത്ര വേദികളിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്, എത്രയോ അവസരങ്ങളിലാണ് ഈശോ ഉയർത്തി നിർത്തിയിട്ടുള്ളത്. കൃപ ചോർന്നു പോയത്, അഭിഷേകം ചോർന്നു പോയത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്ക്. എവിടെയാ അഭിഷേകം ചോർന്നു പോയത്? ഏത് സമയത്ത് അഭിഷേകം ചോർന്നു പോയത്? ദൈവാത്മാവിന്റെ സ്വരം തിരിച്ചറിയാൻ പറ്റാതെ ഈ ലോകത്തിന്റെ സ്വരത്തിന് നീ കാതുകൊടുത്തപ്പം, അരുതാത്തത് നീ എപ്പോഴൊക്കെയോ ചെയ്തപ്പോ നിന്നിലുണ്ടായിരുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു പോയത്. സഹോദര, സഹോദരി, ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് തീരുമാനമെടുക്കണം. ഏതൊരു വ്യക്തിക്കും വീഴ്ച സംഭവിക്കാം, എത്ര വലിയ വീഴ്ചയാണെങ്കിലും സംഭവിക്കാം. നീ എത്രയധികം ഉയർന്നു പോകുന്നുവോ, ആത്മീയ തലത്തിൽ നീ എത്രയധികം വളർന്നു വരുന്നുവോ, നീ എത്രയധികം യേശുവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ, യേശുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നീ തയ്യാറാകുന്നുവോ, അതിനനുസരിച്ച് പിശാച് നിന്റെ ഒപ്പം ഉണ്ടാവും, അവസാനം വരെ ഉണ്ടാവും. കുറച്ച് നാളത്തേക്കല്ല, പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ മാത്രമല്ല, ഏത് സമയത്തും ഈ തിന്മയുടെ സ്വാധീനം ഉണ്ടാകാം. മരിക്കുന്ന സമയം വരെയും അവൻ നിന്നെ ശല്യപ്പെടുത്താം. നീ വീഴുന്ന രീതിയിൽ അവൻ കെണികൾ ഒരുക്കും. ചില വാക്കുകൾ മതി, ചില വ്യക്തികൾ മതി, ചില ഫോൺ കോളുകൾ മതി, ചില സംഭവങ്ങൾ മതി, നമ്മൾ കെണിയിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. വളരെ വലിയ വീഴ്ചയിലേക്ക് പോലും വീഴാൻ സാധ്യതയുണ്ട്. കർത്താവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ഇന്ന് നമ്മുടെ മനസ്സിൽ ഈ ഒരു വചനം എഴുതി വെക്കാം. കർത്താവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ഏത് സമയത്താ വിട്ടുപോകുക അറിയില്ല. നമ്മുടെ ഒരു സംസാരം കൊണ്ട് ആത്മാവ് പറന്നു പോകുമോ? പ്രാവ് കൂടിളക്കാൻ ശത്രുക്കൾ വരുമ്പോൾ പതുക്കെ ആരും അറിയാതെ പറന്നകലുന്ന പോലെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് പറന്നകന്നു പോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു അഭ്യാസിയാണ്, ഞാനൊരു ശുശ്രൂഷകനല്ല, ഞാനൊരു വിശ്വാസിയല്ല, പിന്നെ ഒരു അഭ്യാസി. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു അഭ്യാസി, എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ഒരു അഭ്യാസി, എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ഒരു അഭ്യാസി. അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുള്ളവനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. അഭിഷേകം ഉണ്ടായിരുന്നിട്ട് ആ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുള്ളവരെ എളുപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആത്മാവിനോട് ചേർന്ന് നിൽക്കാൻ, ആത്മാവിൻ്റെ സ്വരത്തോട് ചേർന്ന് നിൽക്കാൻ നല്ല ദൈവം നമുക്ക് ശക്തി തരണം. നല്ല ദൈവത്തിൻ്റെ മുൻപിൽ ഉപവാസവും പ്രാർത്ഥനയും തന്നെ. മോശ തിന്മയ്ക്കെതിരെ പടപൊരുതിയത്,
തിന്മയുടെ ശത്രു സൈന്യം പിന്നെയും പിന്നെയും ആഞ്ഞടിച്ചപ്പോഴൊക്കെ ജനത്തെ നയിക്കാൻ കരുത്തേറ്റുവാങ്ങിയത് ഒരുപാട് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടാണ്. ഈശോ 40 ദിവസം ഉപവസിച്ചും പ്രാർത്ഥിച്ചും പിതാവിൻ്റെ ഒപ്പം ചരിച്ചതുകൊണ്ട് മാത്രം പിശാചിൻ്റെ വാക്കുകളെ തിരിച്ചറിയാൻ, പിശാചിൻ്റെ പ്രലോഭനങ്ങളെ തോൽപ്പിക്കാൻ ഈശോയ്ക്ക് സാധിച്ചു. പിതാവിൻ്റെ മുൻപിൽ എല്ലാം പൂർത്തിയായി എന്ന് പറയാൻ മകനെ, മകളെ, നിനക്ക് സാധിക്കണമെങ്കിൽ ഈ തിന്മയുടെ സ്വാധീനങ്ങളെ തോൽപ്പിച്ചേ പറ്റൂ. അതൊരു പക്ഷേ ചില വ്യക്തികളിലൂടെ വരാം, ചില വാക്കുകളിലൂടെ വരാം, ചില സംഭവങ്ങളിലൂടെ വരാം. ചിലപ്പം സമ്പത്തായിരിക്കാം, ചിലപ്പം സൗന്ദര്യമായിരിക്കാം, ചിലപ്പം ആരോഗ്യം തന്നെയായിരിക്കാം, ചിലപ്പം നിന്റെ കഴിവുകളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം നിനക്ക് കെണികൾ. നിനക്ക് എവിടെയാണ് നിന്റെ ബലഹീനത എന്ന് നീ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ, ശ്രദ്ധയോടെ നീ വ്യാപരിക്കുന്നുവെങ്കിൽ നീ പരീക്ഷയിൽ തോറ്റുപോകില്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കിരീടം നിനക്ക് സ്വന്തമാക്കാൻ പറ്റും. അവസാനം വരെ ഓടണം, അവസാനം വരെ. തോറ്റുപോയേക്കല്ല്, വീണുപോയേക്കല്ല്. ചെറിയൊരു അവസരം വരുമ്പം തകർന്നു, എന്നെ കൊണ്ട് പറ്റുകയില്ല, ഞാനിതാ വീഴുന്നേ പറഞ്ഞേക്കല്ല്. എഴുന്നേൽക്കണം ശക്തമായി. കർത്താവിൻ്റെ വഴിയിലൂടെ തന്നെ കർത്താവ് ഓരോ പ്രലോഭനത്തെയും അതിജീവിച്ചത്. എളുപ്പം വീണു പോകാവുന്ന രീതിയിൽ പോലും ആയിരുന്നിട്ടും കർത്താവ് വിജയിച്ചത് വചനം ഉപയോഗിച്ചിട്ടാണ്. മകനെ, മകളെ, എത്രത്തോളം വചനം വായിക്കാവോ അത്രയും വചനം വായിക്കുക. എത്രത്തോളം വചനത്തെ പഠിക്കാവോ, ഉള്ളിൽ സംഗ്രഹിക്കാവോ അത്രയും ഉള്ളിൽ സംഗ്രഹിക്കുക. എത്രത്തോളം വചനം നിനക്ക് ഉറക്കെ പറയാവോ. കർത്താവ് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനവും ശക്തമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ നീ ആവർത്തിച്ച് നീ ഏറ്റു പറയുന്നുവെങ്കിൽ പിശാചിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുകയില്ല. വചനം ദൈവമായതുകൊണ്ട് തന്നെ പിശാചിന് അവിടെ നിൽക്കാൻ പറ്റുകയില്ല. അവൻ പ്രലോഭനം അവസാനിപ്പിച്ച് നമ്മളിൽ നിന്നും ദൂരേക്ക് മാറിപ്പോവും. വചനം എത്രത്തോളം വായിക്കാവോ. വചനം വായിച്ചു കൊണ്ടിരുന്നൊരു ശീലമുണ്ടായിരുന്നു, അത് നിന്ന് പോയെങ്കിൽ ഉറപ്പിച്ചോ പിശാച് നിന്റെ കൂടെയുണ്ട്, വിട്ടുപോകുകയില്ല. വചനം ആഴത്തിൽ പഠിച്ച്, വചനം ആഴത്തിൽ ഗ്രഹിച്ച്, വചനം ഹൃദയത്തിൽ ഉരുവിട്ട് ആന്തരിക മനുഷ്യനെ ശക്തി പ്രാപിക്കാൻ ഇടയാക്കണം. വീണ്ടും വീണ്ടും നീ ശക്തി കൊണ്ട് നിറയണം. ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കണം. ആന്തരിക മനുഷ്യൻ, ബാഹ്യമായിട്ടുള്ള ശക്തിയല്ല. ബാഹ്യമായിട്ട് നീ എത്രത്തോളം വളർന്നിട്ടുണ്ടെങ്കിലും, വലിയ കോടീശ്വരനാണെങ്കിലും, സമൂഹത്തിൽ ഉന്നത സ്ഥാനം നിനക്കുണ്ടെങ്കിലും, എല്ലാവരും അറിയുന്ന പ്രശസ്തനായ അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ് നിനക്കുള്ളതെങ്കിലും, മകനെ, മകളെ, ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണം. ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചോട്ടെ, അല്ലെങ്കിൽ ബാഹ്യ മനുഷ്യൻ വളർന്നോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണം. അത് വചനം വായിച്ച്, അത് വചനം പഠിച്ച്, അത് വചനം ഉപയോഗിച്ച്, അത് വചനം ഏറ്റുപറഞ്ഞായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ പിശാച് നിന്നെ വിട്ടുപോകും. പ്രലോഭനങ്ങളിൽ നമ്മൾ തോറ്റുപോകില്ല. നമുക്ക് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെയും തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടാകുമ്പോൾ പല രീതിയിൽ സന്തോഷം കെടുത്താൻ, സമാധാനം കെടുത്താൻ, അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ, ഏകാഗ്രത ചോർത്തിക്കളയാൻ, കൃപ മുഴുവനും നഷ്ടപ്പെടുത്തി കളയാൻ തിന്മയുടെ ശക്തികൾ നമ്മളെ പരീക്ഷിക്കുമ്പോൾ, അതിനുള്ള കെണികൾ ഒരുക്കുമ്പോൾ വചനം വായിച്ചും പഠിച്ചും നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തി സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നല്ല ഈശോ അതിനാവശ്യമുള്ള എല്ലാ അനുഗ്രഹവും നമുക്ക് തരട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ പ്രതീക്ഷകളെയും എൻ്റെ ബുദ്ധിയും യുക്തിയും ഭാവനയും ചിന്തയും വാക്കുമെല്ലാം തിരുമുൻപിൽ ഞാനിതാ സമർപ്പിക്കുന്നു. കെണികളിൽ വീഴാൻ അനുവദിക്കരുതേ. ഇത് പിശാചിൻ്റെ കെണിയാണെന്ന് മനസ്സിലാക്കി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറാൻ എന്നെ സഹായിക്കണേ ഈശോയെ. വലിയ സാന്നിധ്യം എപ്പോഴും തന്ന് എന്നെ ബലപ്പെടുത്തണമേ കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.